ട്രോഫി വള്ളം കളിയുന്ന ജലമാമാങ്കത്തിന്റെ ആവേശത്തിലാണ് ആലപ്പുഴ. പുന്നമടയിൽ നെഹ്റു ട്രോഫി ജലമേള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 71 കളിവള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിനിധികളായ അരുൺ കൊടുങ്ങൂർ, സുധീഷ് ഗോപാൽ ഫിനിഷിംഗ് പോയിന്റിലുണ്ട്. UBC കൈനക്കരി FC-ക്കൊപ്പം M മനോജ് ഉണ്ട്. വിയപുരം ചുണ്ടനോടൊപ്പമാണ്. പുന്നമട ബോട്ട് ക്ലബിനൊപ്പം നമ്മുടെ സ്വന്തം മിഥുൻ അയ്യപ്പനുമുണ്ട്. അപ്പോൾ നമ്മുടെ 4 പ്രതിനിധികളും തയ്യാറാണ്. എത്ര മനോഹരമായ ഫ്രെയിം അല്ലേ. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് അരുൺ കൊടുങ്ങൂരിൽ നിന്നും സുധീഷിൽ നിന്നും തുടങ്ങിയാലോ? അതെ, തീർച്ചയായും ഒട്ടും കുറയ്ക്കണ്ടല്ലേ. കൃത്യമായ അതിന്റെ ഒരു സമ്പൂർണ്ണമായ ഒരു ചിത്രം നൽകും അരുൺ കൊടുങ്ങൂർ. മനോജും മിഥുനും തരില്ലേ? മിഥുനെ പാട്ട് പാടിപ്പിക്കണം. അതൊക്കെ റെഡിയാണ്, ഇവര് റെഡിയാണ്. ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ. ഈ നെഹ്റു ട്രോഫി വള്ളംകളി അത് എപ്പോഴാണ് ഇതിന്റെ ഉദ്ഘാടന മത്സരം നടക്കുക? കാലാവസ്ഥയൊക്കെ അനുകൂലമാണ്. അരുൺ കൊടുങ്ങൂർ, തുടങ്ങാം. എന്തായാലും ഏറ്റവും വലിയൊരു ആവേശത്തിലേക്ക് ഈ പുന്നമട ഒന്നാകെ മാറുകയാണ്. എന്തായാലും ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുകയായി. രാവിലെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ നടക്കും. അത് ഹീറ്റ്സ് മത്സരമാണ്. ഉച്ചയ്ക്ക് ശേഷം 2:30-ഓടെയാണ് ഉദ്ഘാടന സഭ. അത് കഴിഞ്ഞിട്ടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം. പിന്നെ ഈ ചെറുവള്ളങ്ങളിൽ ചില ഇനങ്ങൾ, തെക്കനോടി അടക്കമുള്ള ചില ഇനങ്ങൾ ഉച്ചയ്ക്ക് മാത്രം, ഇരുട്ടുകുത്തി അടക്കമുള്ള വള്ളങ്ങളുടേത് ഉച്ചയ്ക്ക് ശേഷമാണ് ഹീറ്റ്സും ഫൈനലും എല്ലാം നടക്കുക. ബാക്കി ചെറുവള്ളങ്ങളുടെ രാവിലെയും നടക്കും. അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് കഴിഞ്ഞാൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സും ഫൈനലും, അത് കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ. അപ്പോഴാണ് ആരാണ് വെള്ളിക്കപ്പിൽ മുത്തവിടുക. വിനോദയുടെ കൃത്യമായി സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചാൽ ആരാന്നൊരു അടി മേടിക്കാൻ വയ്യ. പല വള്ളങ്ങളുടെ ആരാധകരായിരിക്കും ഇരിക്കുന്നത്. അത് വെറുതെ കൈവെക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ അത്തരത്തിലൊരു പ്രവചനത്തിലില്ല, വെറുതെ എന്തിനാണ്. ഓരോ കരക്കാരും അവരുടെ വള്ളം ജയിക്കുക വലിയ പ്രതീക്ഷയും പ്രാർത്ഥനയെല്ലാം. പിന്നെ ഞങ്ങളല്ലേ നേരിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്, ഞങ്ങളല്ലേ രക്ഷപ്പെടേണ്ടത്. സുധീഷ് ഗോപാലെ, നമ്മുടെ ഈ വള്ളംകളിയുടെ ഒരു മിനിറ്റ്, വള്ളംകളിയുടെ ചരിത്രം നോക്കിയാൽ 1952 ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴയിൽ എത്തിയപ്പോൾ അവിടെ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം, ആ സ്വീകരണത്തെ തുടർന്നാണ് ഈ ജലോത്സവത്തിൻ്റെ തുടക്കം. അങ്ങനെയാണല്ലോ. അങ്ങനെ 52 ഈ മത്സരം അല്ലെങ്കിൽ അവിടുത്തെ ഈ ജലോത്സവം കണ്ട നെഹ്റു നടുഭാഗം ചുണ്ടലിലേക്ക് ചാടിക്കയറുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എല്ലാ വിലക്കുകളും ലംഘിച്ച് നടുഭാഗം ചുണ്ടലിലേക്ക് ചാടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അദ്ദേഹം ഡൽഹിയിൽ ചെന്നിട്ട് ഒരു വെള്ളി മാതൃക, വള്ളത്തിൻ്റെ വെള്ളി മാതൃക അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ആ ജലോത്സവ സമിതിക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീടാണല്ലോ ഈ വള്ളംകളിയൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അല്പം ചരിത്രം കൂടി പറയാം സുധീഷേ. അങ്ങനെ തന്നെയാണ് വിനോദ്. ഇത്തരത്തിൽ 52 ഈ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു എത്തുന്നതറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പ്രദർശനം എന്ന നിലയിലാണ് അന്നൊരു ഈ തുഴച്ചിൽ കാഴ്ചവെച്ചത്. അതിൽ ആവേശം പൂണ്ടാണ് ജവഹർലാൽ നെഹ്റു നടുഭാഗം ചുണ്ടലിൽ ചാടിക്കയറുന്നു. അതിനുശേഷം മടങ്ങി ഡൽഹിയിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ വെള്ളിക്കപ്പ് ഇവിടെയൊക്കെ അയച്ചു തരുന്നു. അതിന് അടുത്ത വർഷം മുതൽ നടത്തണമെന്ന് പറയുന്നു. പക്ഷെ 53 നടത്താൻ കഴിഞ്ഞില്ല. 54 മുതൽ ഇങ്ങോട്ടാണ്. ഈ അന്ന് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നുള്ളതായിരുന്നത് നെഹ്റുവിൻ്റെ മരണശേഷമാണ് അത് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന രീതിയിലേക്ക് മാറിയത്. ഏതാനും ചില ചുരുക്ക വർഷങ്ങൾ, ഇപ്പം കോവിഡിൻ്റെ കാലത്ത് അങ്ങനെ ചില വർഷങ്ങളിൽ നടക്കാതിരുന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാ വർഷങ്ങളിലും വളരെ കൃത്യതയോടെ നടന്നു വന്ന ഒരു ജലമേള, അതും ഏറ്റവും കൂടുതൽ കളിവള്ളങ്ങൾ പങ്കെടുക്കുന്ന ജലമേള എന്ന പ്രത്യേകതയും നെഹ്റു ട്രോഫിക്കുണ്ട്. ഇത് ഇത്തവണ നടക്കുന്നത് 72ാമത്തെ നെഹ്റു ട്രോഫി ജലമേളയാണ്. ആദ്യകാലത്ത് ഇവിടെ ആയിരുന്നില്ല, നടന്നത് കുട്ടനാടൻ മേഖലയിലായിരുന്നു. അതിനുശേഷമാണ് പുന്നമട ഇതിനായി തിരഞ്ഞെടുത്തതും. അങ്ങനെ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി ജലമേള സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ അത് സർക്കാർ സംവിധാനത്തിലാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തി പൂർത്തിയായിട്ടുണ്ട്. 71 കളിവള്ളങ്ങളാണ് ഇത്തവണ മത്സരിക്കുന്നത്. അതിൽ 22 എണ്ണം ചുണ്ടനാണ്. അതിനു പുറമെ ഇരുട്ടുകുത്തി, വെപ്പ്, അതോടൊപ്പം തന്നെ ചുരുളൻ, തെക്കനോടി അടക്കമുള്ള ചെറു കളിവള്ളങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു. ഓരോ വള്ളങ്ങൾക്കും അതിൻ്റേതായ ചരിത്രവും പറയാൻ സാധിക്കും. ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്, ചിലത് വിളകളും മറ്റും കൊണ്ടുപോകാനാണ്, മറ്റു ചിലത് യുദ്ധവുമായി ബന്ധപ്പെട്ട്. ഇപ്പം ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ തന്നെ ആവിർഭാവം 1660കളിലാണ്. അന്ന് ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവും തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ ചെമ്പകശ്ശേരി രാജാവിന് ഇത്തരത്തിലൊരു വള്ളം, അത് യുദ്ധ കപ്പൽ വേണം എന്ന നിലയിൽ സമീപിക്കുന്നു. അങ്ങനെ വിവിധ ഈ വിശ്വകർമ്മരിൽ നിന്നും തയ്യാറാക്കിയ പ്ലാനുകളിൽ അതിലേറ്റവും മികച്ചതെന്ന് തോന്നിയതാണ് ദേവനാരായണൻ ആചാരി. അത് കൊടിപ്പുന്ന ദേവനാരായണൻ ആചാരി കൊടുത്ത ആ പ്ലാൻ അനുസരിച്ച് വള്ളം പണിയാൻ
തയ്യാറെടുക്കുന്നു. ഇപ്പോഴത്തെ ഈ ഇടിപ്പലക എന്ന് പറയുന്നത് അന്ന് പീരങ്കി വെക്കുന്നതായിരുന്നു. ആ പീരങ്കി അതിൽ വെച്ച് മുന്നോട്ട് പോകും. പീരങ്കി ഓരോ തവണയും പ്രവർത്തിക്കുമ്പോൾ ഈ വള്ളം ചാടി മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. അത്തരത്തിൽ പിന്നീട് കായംകുളം രാജാവുമായുള്ള മത്സരത്തിൽ ചെമ്പകശ്ശേരി രാജാവ് തന്നെ വിജയിക്കുന്നു. അതിനുശേഷം ഈ ദേവനാരായണൻ ആചാര്യെ കായംകുളം രാജാവ് തട്ടിക്കൊണ്ടു പോവുകയാണ്, ഇതിന് സമാനമായ ഒരു വള്ളം പണിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ നിർമ്മിച്ചു നൽകിയെങ്കിലും അവിടെ ഈ പീരങ്കി പ്രവർത്തിക്കുമ്പോൾ വള്ളം പിറകോട്ട് പോകുന്ന ഒരു സംവിധാനത്തിലാണ് ഒരുക്കിയിരുന്നത്. അതിനുശേഷം നടന്ന യുദ്ധത്തിലും ചെമ്പകശ്ശേരി രാജാവ് ജയിക്കുക. അങ്ങനെയാണ് ഈ നാരായണൻ ആചാര്യ ആയിരുന്നത്. ആ രാജാവിൻ്റെ ചെമ്പകശ്ശേരിയിലെ അതിന് മുമ്പിലത്തെ രാജാവിൻ്റെ പേരാണ് ദേവനാരായണൻ. ആ പേര് ഈ നാരായണൻ ആചാര്യക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് പിന്നീട് പരിഷ്കരിച്ചു വന്നതാണ് ഈ ചുണ്ടൻ വള്ളം. ചുണ്ടൻ വള്ളത്തിൻ്റെ ആവിർഭാവം തന്നെ ഈ ദേവനാരായണൻ ആചാര്യയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് ഇപ്പോൾ പുതിയ വലിയ വേഗത്തിൽ പായുന്ന ഒരു വള്ളമായി, ഏറ്റവും വേഗത്തിൽ തുഴഞ്ഞ് നീങ്ങാൻ പറ്റുന്ന ഒരു വള്ളമായി അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തവണ 22 ചുണ്ടൻ വള്ളങ്ങൾ. ഏറ്റവും എല്ലാവരും കാത്തിരിക്കുന്നത് ആ 22 ചുണ്ടൻ വള്ളങ്ങൾ, അതായത് ഒന്നിനൊന്നിന് ഏറ്റവും മികച്ച വള്ളങ്ങൾ, ശക്തമായ പരിശീലനം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇത്തവണ. എല്ലാ വർഷവും ഓരോ പ്രതിസന്ധികൾ കടന്നു. പക്ഷേ ആ പ്രതിസന്ധികളെയൊക്കെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ആ ഉള്ളിലെ ആ വികാരം കൊണ്ട് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ മത്സരം, ആ മത്സരത്തിലേക്ക് പോകുന്ന അന്നേരം ഈ ചുണ്ടൻ വള്ളങ്ങൾ ഒരു മാസത്തെ പരിശീലനം, ആ പരിശീലനത്തിനപ്പുറത്തേക്ക് ഈ പുന്നമടയിലേക്ക് എത്തുകയാണ്. ഈ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തുകയാണ്.